ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് സൺഡേ ആണ്, പോരെങ്കിൽ ഇന്ന് അത്തമാണ്. എല്ലാവരും വീട്ടിൽ അത്തമൊക്കെ ഇട്ടോ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് അത്തവുമാണ്, പോരെങ്കിൽ കർക്കിടകം ലാസ്റ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് രാവിലെ തൂപ്പും തുടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും വീടൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി. ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. ഇവിടെ എല്ലാമൊക്കെ പുറത്ത് കൊണ്ട് കളഞ്ഞ് കത്തിച്ച് ചപ്പും ചവറൊക്കെ മുറത്തിലാക്കിയിട്ട് പുറത്തൊക്കെ കൊണ്ട് കളഞ്ഞ് കത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാനായിട്ട് കയറി. അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി ചേർക്കുവാണേ. മുളക് പൊടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ഡപ്പ മുളകാണ്. ഡപ്പ മുളകാകുമ്പം അധികം എരിവ് കാണത്തില്ല, നല്ല കളറായിരിക്കും. അപ്പം ഞങ്ങൾക്ക് മില്ലുള്ളത് കൊണ്ട് ഞങ്ങളുടെ മില്ലിൽ തന്നെയാണ് പൊടിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇപ്പം വെള്ളം ഒഴിച്ചിട്ടില്ല, അത് ആവിയിലിരുന്ന് വേവുമല്ലോ. അപ്പോൾ അത് ചിക്കൻ ആവിയിലിരുന്ന് വേകുന്ന സമയത്തിന് ഞാനിപ്പുറത്ത് ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് സവാള, ക്യാരറ്റ്, ബീൻസ് എല്ലാം കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി എടുക്കുക. അത് വഴന്ന് വരുന്ന സമയത്തിന് നമ്മുടെ ചിക്കൻ തുറന്ന് നോക്കിയപ്പോഴത്തേനും അതിൽ ആവിയൊക്കെ ഇറങ്ങി ആവിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് വെച്ച് അതവിടെ സെറ്റാവാൻ വെച്ചിട്ട് ഇപ്പുറത്ത് വന്നപ്പോഴത്തേന് ഇവിടെ ഫ്രൈഡ് റൈസിൻ്റെ അതും വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോഴത്തേനാണ് ഓർത്തത് മറ്റേ കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും ഇട്ടില്ല എന്ന്. പിന്നെ അതിനെ പോയി കഴുകിയെടുത്ത് അതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിളക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ അകത്ത് മൊത്തം ഈ പൊടി എറുമ്പുണ്ടല്ലോ, ഭയങ്കര പൊടി എറുമ്പിൻ്റെ ശല്യം. നെയ് കുപ്പിക്കകത്ത് അത് എൻ്റെ കാഷ്യൂനട്ട് മൊത്തം എറുമ്പ് തിന്ന്. പിന്നെ അത് കളയാൻ പറ്റത്തില്ലല്ലോ, ഞാനത് കഴുകിയിട്ട് എടുത്ത്. പൊടി എറുമ്പ് അതിനി എന്ത് ചെയ്യുമോ എന്തോ കൊണ്ട് വെച്ചാലും പഞ്ചസാരയിലില്ല, നെയ്യ് ഇതുപോലുള്ള ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിലൊക്കെ കയറിയിരിക്കുന്നു കുഞ്ഞെറുമ്പ്. അപ്പോഴത്തേനും ചിക്കന് ഞാൻ വീണ്ടും കുറച്ച് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കനിലൊക്കെ തിളച്ച വെള്ളമേ നമ്മൾ പിന്നീട് ഒഴിക്കാവൂ. പച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ചിക്കൻ റെഡിയാവാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ഇതിൽ സോയ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് അതും ഒന്ന് ഇളക്കി റെഡിയാക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഡപ്പ മുളകായതുകൊണ്ടാണ് ഇതിന് നല്ല കളർ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ചിക്കൻ്റെ അകത്തോട്ട് മസാലയൊക്കെ ഗരം മസാലയാണ് ഇടുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നീട് ഞാൻ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യാനായിട്ട് പോയി. ചോറ് കുറച്ചൊന്ന് വെന്ത് പോയി, പക്ഷേ എങ്കിൽ ലാസ്റ്റ് തണുത്ത് വന്നപ്പോഴത്തേന് അത് നല്ല സെറ്റായി. അപ്പോൾ ചോറൊക്കെ ഇട്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കുവാണേ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങളൊക്കെ എന്തുമായിരുന്നു ഫുഡ്? എന്തൊക്കെയുണ്ട്? പിന്നെ എല്ലാവർക്കും ഓണമൊക്കെ ആയോ? പിന്നെന്തോ എല്ലാവരും അത്തപ്പൂക്കളമൊക്കെ ഇട്ടോ? ദാണ്ട് ഇവിടെ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാലഡൊക്കെ ഉണ്ടാക്കി, പപ്പടമൊക്കെ പൊരിച്ച് അതൊക്കെ റെഡിയാക്കി. വേണ്ട നമ്മുടെ ഫ്രൈഡ് റൈസും സാലഡും പപ്പടവും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം മോനത് നോക്കിക്കൊണ്ട് നിൽക്കും. അവനാണ് ആദ്യം കൊടുക്കുന്നത്. അവന് കൊടുക്കാനാണ് ഞാൻ ഈ കോരി എടുക്കുന്നത്. അവനാണ് ഇതൊക്കെ വലിയ ഇഷ്ടം. അപ്പോൾ ഞാനിതൊക്കെ കോരിയെടുത്ത് അവന് തന്നെ ആദ്യം കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ലഞ്ചിൻ്റെ അതൊന്നും ഞാൻ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.